നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫിലേക്കുള്ള അപേക്ഷ വന്നതും പിന്നെ അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ വന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു നോട്ടീസിൻ്റെ ഭാഗമാണ്. അതായത് 9/12/2025 മുതൽ നമുക്കിവിടെ ആക്സെപ്റ്റഡ് ആണോ, നമ്മുടെ അപേക്ഷ റിജക്ട് ചെയ്തിട്ടുണ്ടോ, അതായത് പാരാമെഡിക്കൽ സ്റ്റാഫാണ്, കാറ്റഗറി നമ്പർ 03/2025 ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ എക്സാം ഇപ്പോൾ അടുത്തിരിക്കുകയാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്കിപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതെങ്ങനെ ചെക്ക് ചെയ്യാം, സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനായിട്ട് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സീരിയൽ നമ്പർ 03/2025 ആണ്, 2025 വിളിച്ചൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. സോ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. സോ ടെക്നീഷ്യൻ്റെ അപ്ഡേറ്റ് വേണ്ടിയിട്ട് സെക്കൻഡറി ചാനലിലൂടെ അതിൻ്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അതിലൂടെയും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ എന്തായാലും രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത വെബ്സൈറ്റിൽ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നമ്മുടെ അപ്ലൈ ഹിസ്റ്ററി കാണാൻ സാധിക്കും. അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട്, ഇത് ഒരു വിൻഡോ ആണെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഡേറ്റ്, മന്ത്, ഇയർ എന്ന ഓർഡറിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്യാപ്ഷൻ, അതായത് ഇവിടെ കാണുന്ന അക്കങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ പരീക്ഷാ ഡേറ്റിന് ഏകദേശം 4 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 10 ദിവസം മുമ്പാണ് സാധാരണ നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും അവൈലബിൾ ആവുന്നത്. അതായത് എവിടെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ചിലവർക്ക് മെസ്സേജ് മിസ്സാവാറുണ്ട്. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക്, ഗ്രൂപ്പ് ഡിൻ്റെ പരീക്ഷയ്ക്ക് അങ്ങനെ മെസ്സേജ് മിസ്സായിട്ട് നമ്മുടെ വീഡിയോയും കണ്ടിട്ടില്ലായിരുന്നു. ഒരാൾക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതാനുള്ളത്. അതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ്. എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓൾസോ വാട്സപ്പ് ചാനലും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.